ത്രിയേക ദൈവത്തിന് സ്തുതി. എന്നെ കേൾക്കുന്ന ഏവർക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും ഒരു നോമ്പ് കാലം കൂടി കടന്നു വന്നിരിക്കുന്നു. നോയമ്പ് പ്രാർത്ഥനയോടനുബന്ധിച്ച് ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം സ്നേഹം എന്നുള്ളതാണ്. അത് വിശുദ്ധ ബൈബിളിൽ 1 കൊരിന്ത്യൻ 13:1 മുതൽ 3 വരെ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരം ഉണ്ടായിട്ടും സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ തമ്പുരാനെ, കേട്ട വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇതിൽ നിന്നും അല്പമായി ധ്യാനിക്കുവാൻ ഇടയാട്ടിയെ ശക്തീകരിക്കണമേ. കേൾക്കുന്ന ഏവർക്കും അനുഗ്രഹത്തിനായി തീരണമേ. ആമേൻ. വിശുദ്ധ ഗ്രന്ഥം ഇപ്രകാരം പറയുന്നു: സ്നേഹം ക്ഷമയാണ്, സ്നേഹം ദയയുള്ളതാണ്, അത് അസൂയപ്പെടുന്നില്ല, അഭിമാനിക്കുന്നില്ല. 1 കൊരിന്ത്യർ 13:4 പറയുന്നു: സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ വാക്യം നമ്മളെ മനസ്സിലാക്കുന്നത് യഥാർത്ഥ സ്നേഹത്തിൻ്റെ സവിശേഷതകളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ചുറ്റുമുള്ളവരോട്, അതായത് നമ്മുടെ സഹജീവനുകളോട് നമുക്ക് എങ്ങനെ ക്ഷമയും ദയയും വിനയവും കാണിക്കാമെന്ന് ചിന്തിക്കുക. വീണ്ടും 1 കൊരിന്ത്യൻ 13:13 ഇപ്രകാരം പറയുന്നു: ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ 3 നിലനിൽക്കുന്നു, ഇവയിൽ വലുതോ സ്നേഹം തന്നെ. ഇവിടെ വിശുദ്ധ പൗലോസ് ഒന്നുകൂടെ തറപ്പിച്ചു പറയുന്നു: നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറയുവാൻ എന്തെല്ലാം സ്വഭാവ ശ്രേഷ്ഠതകൾ ഉണ്ടായാലും നമുക്ക് സ്നേഹമില്ല എങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. മറ്റുള്ളവരോട് നമുക്ക് ദയ കാണിക്കുവാൻ കഴിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ട്. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം, നമ്മുടെ ഉള്ളിൽ എന്തുമാത്രം സ്നേഹമുണ്ടെന്ന്. ഒരു വ്യക്തിയുമായി ഒരു പ്രശ്നമുണ്ടായാൽ നമുക്കത് ക്ഷമിക്കുവാൻ കഴിയുന്നുണ്ടോ? അതോ നമ്മുടെ ഹൃദയത്തിൻ്റെ അങ്ങേ അറ്റത്ത് അത് ഒളിപ്പിച്ചു വെച്ചിട്ട് പുറമേ ക്ഷമിച്ചു എന്ന് പറയുന്നതാണോ സ്നേഹം? അല്ല. അത് പൂർണ്ണമായി ക്ഷമിക്കുവാൻ കഴിയുന്നു എങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവരോട് സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കാം. ഈ ലോകത്തിലെ വസ്തുവകകൾ ഉള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? അതുകൊണ്ട് നാം വാക്കിനാലല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കണം. ഇനിയും നമുക്ക് സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായ വിശുദ്ധ യോഹന്നാൻ പറയുന്നത് എന്തെന്ന് നോക്കാം. 1 യോഹന്നാൻ 4:7 ഇപ്രകാരം പറയുന്നു: പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കാം. സ്നേഹം ദൈവത്തിങ്കിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ എന്ന് നാം വായിക്കുന്നു. 1 യോഹന്നാൻ 4:9 ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു. ഇത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രകടമാക്കുന്നു. മാനവജാതിയെ രക്ഷിക്കേണ്ടതിന് ക്രിസ്തു തൻ്റെ അവസാന തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ചൊരിഞ്ഞു തന്നു. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും നമ്മൾ യേശുവിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നവരായിരിക്കുന്നു. ലോകശ്രദ്ധ നേടിയ ക്രൈസ്തവ സന്യാസിയായിരുന്ന മദർ തെരേസ സ്നേഹത്തിൻ്റെ പര്യായമായിരുന്നു. അനേകരെ സ്നേഹിപ്പാനും ശുശ്രൂഷിപ്പാനും വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിച്ച വ്യക്തിത്വം.
അതുപോലെ നമ്മളാൽ ആവോളം ദൈവത്തിൻ്റെ സ്നേഹം പ്രദർശിപ്പിക്കുന്നവരും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തോടുള്ള സ്നേഹത്തിൽ വസിക്കുന്നവരുമായി തീരാം. പ്രിയ സ്വർഗീയ പിതാവേ, യഥാർത്ഥ സ്നേഹം എങ്ങനെയായിരിക്കുമെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നതിന് 1000 നന്ദി. ക്ഷമയോടും ദയയോടും വിനയത്തോടും കൂടി മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.